ചോദ്യം, AP അബ്ദുൽ ഖാദർ മൗലവി എന്ന ആളെ അറിയില്ല? എന്തായാലും അറിയണല്ലോ, അറിയുന്ന തന്നെയാണ്. തീർന്നില്ല. അയാൾ നിങ്ങൾ പറഞ്ഞ ഈ സംഘടനന്റെ ഏത് സ്ഥാനത്തായിരിക്കുന്നത്? അതേ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. AP അബ്ദുൽ ഖാദർ മൗലവി KNM സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്ന് എവിടെയെങ്കിലും ഒന്ന് പറയാൻ പറ്റണ്ടേ? കിട്ടിയ സ്ഥലമാണ് കോടതിയിലെ. അത് പറഞ്ഞു. ശരി, ആ സംഘടനയിൽ നിങ്ങൾ വല്ല സ്ഥാനവും വഹിക്കുന്നുണ്ടോ? അടുത്ത ചോദ്യം. അദ്ദേഹം പറഞ്ഞു, അതേ ഉണ്ട്. ഞാൻ ആരാന്നറിയാമോ? ഞാൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. അതും ആലോകർ അറിഞ്ഞു. വേറെ എവിടെയാ വരൂലേ? വേറെ എവിടെ വരില്ല. രണ്ടക്ഷരം എഴുതാനും അറിയില്ല, രണ്ടക്ഷരം പ്രസംഗിക്കാനും അറിയില്ല. പിന്നെ ഇപ്പൊ ഏത് സ്റ്റേജിലാണ് വരിക? ഏതായിരുന്നാലും ഇത് പറഞ്ഞോടുകൂടി കോടതിക്ക് കിട്ടേണ്ട പകുതി കിട്ടിക്കഴിഞ്ഞു. ഈ രണ്ടാൾക്കാർ തമ്മിലുള്ള ബന്ധമാണ് കിട്ടേണ്ടത്, കിട്ടി. ഈ സാധുവിനെ മനസ്സിലാണ്ടേ? കാരണം അത് ടെസ്റ്റ് ട്യൂബിൽ തീരേണ്ട സംഗതിയല്ല, അതിന് വേറെ തീരണം. പിന്നെ അടുത്ത ചോദ്യം കോടതി, ഈ AP അബ്ദുൽ ഖാദർ മൗലവി ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ അസുഖത്തിലായിരുന്നു എന്ന് പറഞ്ഞത് ശരിയാണ് ചോദിച്ചു. ശരിയാണ്. താങ്കളാണ് അദ്ദേഹത്തെ ചികിത്സിച്ചെന്നുള്ളത് ശരിയാണ്. എന്നാ അതിൻ്റെ രേഖകൾ എന്താ കോടതിയിൽ സമർപ്പിക്കാത്തത്? അതിൻ്റെ മറുപടി, ചികിത്സിച്ചതിന് രേഖകളില്ല. കോടതി വെച്ചു, അല്ല താങ്കളുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ രോഗികൾക്ക് ഫയലും രേഖകളൊന്നുമില്ലേ? അപ്പം മറുപടി, അത് പിന്നെ ഹോസ്പിറ്റലിൽ നല്ല ചികിത്സിച്ചത് വീട്ടിൽ പോയിട്ടാണ്. ഈ തോട്ടുന്ന് അയില കിട്ടിയെന്നൊക്കെ പറഞ്ഞോളി, അയിലനെ ചൂണ്ടലിട്ട് പിടിച്ചു എന്നൊക്കെ പറഞ്ഞോളി. തോട്ടുന്നേ പൊരിച്ച അയിലനെ ചൂണ്ടലിട്ട് പിടിച്ചു എന്ന് ദയവ് ചെയ്ത് പറയാഞ്ഞാൽ മതി. ഇതാണ് സംഭവം. ഇടവണ്ണ പത്തപ്പിരിയത്തെ വീട്ടിലിരിക്കുകയാണ് AP അബ്ദുൽ ഖാദർ മൗലവി. എന്നിട്ടോ പത്തപ്പിരിയത്ത് ഡോക്ടറില്ല. പിന്നെ ഇടവണ്ണ ഡോക്ടറില്ല. ഇങ്ങോട്ട് തിരിഞ്ഞാൽ മമ്പാട് നിലമ്പൂരൊന്നും ഡോക്ടറില്ല. ഇപ്പുറത്ത് വന്ന മഞ്ചേരി ഡോക്ടറില്ല. ഈ വരുന്ന വഴിയിൽ എവിടെയും ഡോക്ടറില്ല. പത്തപ്പിരിയെന്ന് ഏകദേശം ഒരു 10-25-30 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുള്ള കൊണ്ടോട്ടി തുറക്കൽ വരണം. എന്തിന്? ഒരു ഡോക്ടറെ കിട്ടാനേ. എന്നാൽ പിന്നെ അമ്മാതിരി വല്ല അസുഖമായിരിക്കും. അബ്ദുറഹ്മാൻ സലഫിയുടെ അസുഖം പറഞ്ഞിരുന്നു. ആണോന്ന് എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹു ആയാലും അള്ളാഹ് കാക്കട്ടെ. എന്നിട്ട് ഇവിടുന്ന് പോയിട്ട് വീട്ടിൽ പോയി ചികിത്സിച്ചു. കോടതിക്ക് തിരിഞ്ഞു. കോടതിക്ക് ബലക്കാലം മുമ്പ് തിരിവേ, നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ ആവശ്യം കഴിഞ്ഞു പറഞ്ഞു. അയാളെ വിട്ടു. പിറ്റേ ദിവസം കോടതിൻ്റെ വിധി. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന്, അവിടെ കളവ് പറഞ്ഞതിന് 2000 രൂപ AP അബ്ദുൽ ഖാദർ മൗലവി കോഴിക്കോട് മുനിസിഫ് കോടതിയിൽ കെട്ടണം. നിങ്ങൾക്ക് വെറുതെ കിട്ടിയ ശാപമൊന്നുമല്ല, ഒരുപാട് സംഗതിക്ക് ദുനിയാവും തന്നെ കിട്ടിയ ശിക്ഷയാണത്. എന്താ? ഈ പ്രസ്ഥാനത്തെ പിളർക്കുവാൻ വേണ്ടി, തകർക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രചരിപ്പിച്ച കുറെ സംഗതികൾ ഉണ്ടായിരുന്നു. ISM എന്ന യുവജന പ്രസ്ഥാനത്തെ പിരിച്ചുവിടുവാൻ ന്യായമായി നിങ്ങൾ കണ്ട കുറെ സംഗതികൾ ഉണ്ടായിരുന്നു. അതിൽ ന്യായം എന്താ? ISM അതിന്റെ വളണ്ടിയർ കോർ കളവ് പറയൽ മത്സരം നടത്തിയെന്ന പറയാനുമാണല്ലോ ഒരു നാണം. അതില്ല. അങ്ങനെ മത്സരം നടത്തി തെളിയിക്കാനോ അതിനൊരു കള്ളനെ കൊടുന്നു. ഒരാൾ പറഞ്ഞു, ഞാനാണ് വലിയ കള്ളൻ, നുണ പറയൽ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയത് എനിക്കാകുന്നു. അമ്മ അതിന് മുതലിനൊക്കെ കൊണ്ടു നടക്കണവർക്ക് പിന്നെ എന്താ കഥ? എന്നിട്ട് അയാൾ പറയാം, പിന്നെ ബാക്കിയുള്ളവർ പേരൊക്കെ അയാൾ കളവ് പറഞ്ഞു, മറ്റൊരാൾ കളവ് പറഞ്ഞു. ഒരുത്തൻ ഒരു നുണ പറയൽ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയെന്ന് സ്വയം അഭിമാനിക്കുകയാണെങ്കിൽ, മാത്രമല്ല അവകാശപ്പെടുകയാണെങ്കിൽ, അയാൾ 2ാമത് പറഞ്ഞ പിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? ഈ മാതിരി ടീമിനെ. എന്നിട്ടോ അബ്ദുറഹ്മാൻ സലഫി കാര്യമായി ചെയ്തൊരു സേവനം എന്താണെന്നറിയോ? അദ്ദേഹം ഈ മുറിയക്കണ്ണി അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ഈ നുണ പറയുന്ന ആൾ എന്ത് ചെയ്തു? അയാളെ പോയിട്ട് വീഡിയോ പിടിച്ചു. എന്നിട്ടൊരു ക്ലിപ്പിംഗ് ഉണ്ടാക്കിയിട്ട് മൂപ്പര് ഇങ്ങനെ വിതരണം ചെയ്യാണ് നാട്ടിലൊക്കെ. അതിലുണ്ട് ഇയാൾ പറയണത്, ഞാനാണ് 1ാം സ്ഥാനം കിട്ടിയ ആള്, എനിക്കന്നൊരു പ്രൈസ് കിട്ടി. ആ പ്രൈസുകൾ കണ്ടിനോ? അതൊരു സോപ്പും പെട്ടിയാ. എന്നിട്ടിങ്ങനെ കൊണ്ടുനടക്കാണ്. എന്തിന്? സ്മരണക്ക് വേണ്ടി. കിട്ടിയ സോപ്പും പെട്ടി, നോണ പറഞ്ഞിട്ട് കിട്ടിയതാന്ന് പറഞ്ഞ സോപ്പും പെട്ടി സ്മരണക്ക് വേണ്ടി കൊണ്ടുനടക്കാണ്. വല്ലാത്ത സ്മാരകമാണത്. ഇത്രയൊക്കെ നാണമില്ലായ്മ. പഴയ പ്രവാചകന്മാരൊക്കെ പറഞ്ഞൊരു വാചകമാണെന്ത്? ഇതാലം തസ്തഹി ഫസ്ന മാ ശിഅത. നാണല്ലെങ്കിൽ തോന്നിയത് ചെയ്തോന്ന്. ഇതെന്തിനാ? മുജാഹിദ് പ്രസ്ഥാനത്തെ കുതിര കയറാൻ, അതിന്റെ യുവജന വിഭാഗത്തെ പിരിച്ചുവിടാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പച്ചനോണ. തീർന്നില്ല. അതിന്റെ കൂടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർക്ക് നേരെ ആദർശ വ്യതിയാനം എന്ന വേറൊരു നോണ. മൂന്നാമത്തേത് എന്നിട്ടും നിൽക്കാതെ AV അബ്ദുറഹ്മാനാജിയും ഹുസൈൻ മടവൂരും അടക്കമുള്ള നേതാക്കന്മാർ മുജാഹിദ് സെന്റർ പട്ടാപ്പകൽ ആക്രമിക്കാൻ ചെന്നു എന്ന് കോടതിയിൽ വേറൊരു നോണ. സുഹൃത്തുക്കളെ,
ഈ ഒരു സെന്റർ ഓഫീസൊക്കെ ആക്രമിക്കാൻ വരുന്ന തന്നെ ക്രിമിനൽ കേസാണ്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായ യാതൊരു പോലീസ് കേസ് ഉണ്ടാവും. എന്ത് പോലീസ് കേസ് അതിനുള്ളത്? ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഒരു പോലീസ് കേസുകൾ റിപ്പോർട്ട് ആവശ്യത്തിന് റിപ്പോർട്ട് ചെയ്യണോ? ഏതെങ്കിലും പത്രത്തിൽ അങ്ങനെ സംഭവം ഉണ്ടോ? ഇവിടെ ചിലപ്പോൾ BJPന്റെ ഓഫീസ് ആക്രമിക്കപ്പെടാറുണ്ട്, CPM ഓഫീസ് ആക്രമിക്കപ്പെടാറുണ്ട്, അങ്ങനെ പല ഓഫീസുകളും ആക്രമിക്കപ്പെടാറുണ്ട്. അതൊക്കെ പിറ്റേ ദിവസം പത്രത്തിലുണ്ടാവും. അതിൻ്റെ ശേഷം കേസിന് പോലെ പോലീസ് കേസ് ഉണ്ടാവും. എന്നാൽ മുജാഹിദ് സെന്റർ അതും 2002 ഓഗസ്റ്റ് മാസം 18 ഞായറാഴ്ച ഉച്ചക്ക് സുമാർ 12 മണിക്ക്, സുമാർ ആ മണിയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കറക്റ്റാ അല്ലേ? 2002 ഓഗസ്റ്റ് മാസം 18 ഞായറാഴ്ച, അതിലൊന്നും ഒരു ഉറപ്പുറവുമില്ല. പിന്നെ സമയത്തിന്റെ കാര്യത്തിൽ മാത്രം സുമാർ 12 മണി. അപ്പോ AV അബ്ദുറഹ്മാൻ ഹാജി, AV അബ്ദുറഹ്മാനെ കുറിച്ച് കൊടുത്ത് വാപ്പാന്റെ പേരറിയില്ല എന്നോർത്ത്. എന്തിനാണ് മനുഷ്യന്മാരെ ഇങ്ങനെയൊക്കെ ആളുകളെ അപമാനിക്കണത്? അങ്ങനെ AV അബ്ദുറഹ്മാൻ ഹാജി, ഹുസൈൻ മടവൂര്, PC അഹമ്മദ് സാഹിബ്, ഇവർ മൂന്നാളും കുറച്ച് ആൾക്കാരോട് കൂടിയിട്ട് മുജാഹിദ് സെന്റർ ആക്രമിക്കുവാൻ ശ്രമിച്ചു. എന്നിട്ടോ AP അബ്ദുൽ ഖാദർ മൗലവി അവസരോചിതമായി ഇടപെട്ടതിനാൽ അവർ തൽക്കാലം പിരിഞ്ഞുപോയി. അവസരോചിതമായി ഇടപെടുന്ന ഒരാളെ കുറെ നമ്മൾ കണ്ടാണ്. ജാമ്യ സലഫിയിലും ജാമ്യ നദവിയിലും മുജാഹിദ് സെന്ററിലൊക്കെ ആൾക്കാർക്ക് നല്ല പരിചയമുണ്ട്. വളരെ അവസരോചിതമായി തന്മയത്വത്തോടു കൂടി ഇടപെടാറുണ്ട്. ആലോചിക്കേണ്ടതാണ്. എന്നിട്ട് ഇവർ പിരിഞ്ഞുപോയി. ഇനി കൂടുതൽ ശക്തി സംഭരിച്ച് തിരിച്ചു വരും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഈ മാലോകര ഇതൊക്കെ സംഭവിച്ചിട്ടും മാലോകര ആരും അറിഞ്ഞിട്ടില്ല. കോഴിക്കോട് തൊട്ടടുത്തല്ലേ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അറിഞ്ഞിട്ടില്ല. SI അറിയില്ല, CI അറിയില്ല, DYSP അറിയില്ല, DSP ഒരു പോലീസ് ഉദ്യോഗസ്ഥരാരും അറിയില്ല. നേരെ മുനിസിപ്പൽ കോടതിയിലെ കേസ് ആൾക്കാർക്ക് തിരിയാൻ മാത്രമായി. ആ കേസ് ഇതാ വിചാരണക്ക് വരുന്നു. എൻ്റെ അറിവ് ശരിയെങ്കിൽ 3-ാം തീയതി AP അബ്ദുൽ ഖാദർ മൗലവിയെ കോഴിക്കോട് മുനിസിപ്പൽ കോടതി വിചാരണ ചെയ്യും. തൽക്കാലം സുഖമില്ല എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ സൗകര്യം ചെയ്യാനൊക്കെ കഴിയും, ലോഡ്ജിൽ സൗകര്യം ചെയ്യാൻ കഴിയും, ഹോസ്പിറ്റലിൽ സൗകര്യം ചെയ്യാൻ കഴിയും. തൽക്കാലം രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ല. ഇനി അഭൗതികമായി നമ്മളെ സഹായിക്കാൻ ഒരു ജിന്നിന്റെ സപ്പോർട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നോക്കണം. നല്ലതാ, മനസ്സിലായല്ലോ? ആ വിചാരണ കേൾക്കണം, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്താ താല്പര്യം? ഇയാൾ കോടതി പറയട്ടെ, ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് AV അബ്ദുറഹ്മാൻ ഹാജി മുജാഹിദ് സെന്റർ ആക്രമിക്കാൻ വന്നു എന്ന് സത്യമാണെന്ന് പറയട്ടെ. അങ്ങനെ ഒരു പച്ച നുണ അദ്ദേഹം കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് പിന്നിൽ നിൽക്കുവാൻ താല്പര്യമുള്ള ആളുകളെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആവശ്യമില്ല എന്ന് ഉറക്കെ പറയാൻ ഞങ്ങൾക്ക് കിട്ടുന്ന അവസരമാണിത്. ഞങ്ങളതിനാ കത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ നുണ പറഞ്ഞതിന് ഒരുപാട് നുണകൾ പറഞ്ഞ് പ്രസ്ഥാനത്തെ പിളർത്തി പണ്ഡിതന്മാരെ ആക്ഷേപിച്ചു. അവസാനം കേസും കൊടുത്തു. അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് എല്ലാത്തിനും കൂടി കിട്ടിയിരിക്കുന്ന ദുനിയാവുന്ന ആദ്യം കിട്ടിയ ശിക്ഷയാണെന്ത്? ഈ 2000 രൂപ ഫൈന്. അതിന് പൈസ ഉണ്ടാക്കിയത് എങ്ങനെ എനിക്കറിയില്ല. ആകെ എന്തിനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്? ഹുസൈൻ മടവൂരിനെ കയ്യും കാലൊക്കെ കെട്ടിയിട്ട് ഇവിടെ മൂലക്കിലിടണം എന്ന് കരുതിയിട്ടാണ്. ഹുസൈൻ മടവൂർ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ലോകരാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക ചലനങ്ങളിൽ പങ്കെടുത്ത് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുക. സൗദി അറേബ്യയിൽ, ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല, അല്ലാത്ത രാജ്യങ്ങളിലും, യൂറോപ്യൻ രാജ്യങ്ങളിലും, ഗൾഫ് രാജ്യങ്ങളിലും, അങ്ങനെ വിവിധങ്ങളായ രാഷ്ട്രങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ ലോകാടിസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ കേരളത്തിന്റെ, ഇന്ത്യയുടെ പ്രതിനിധിയായി പങ്കെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ അരിക്കാക്കാൻ ശ്രമിച്ച ഈ സാധുവിന് പണി എന്താ? എങ്ങനെയെങ്കിലും ഇപ്പോൾ 2000 ഉറുപ്പിക കിട്ടിയാൽ മുറിയക്കണ്ണെന്ന് പോയി കണ്ടു വെക്കാം. എന്നാൽ 4 സോപ്പും പൊട്ടി കൂടി കിട്ടിയാൽ തൂക്കി വിറ്റിട്ട് 2000 ഉറുപ്പിക ഉണ്ടാക്കിയിട്ട് കോടതി കിട്ടാലോ. കോടതിയിലെ കാര്യങ്ങളൊന്നും കരിമ്പുലാക്കലിനറിയില്ലേ? ക്ഷമിക്കണം, സോറി.